നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് അതിജീവിത പരാതി നൽകിയാൽ അല്ലെങ്കിൽ ഒരു ഇര പരാതി നൽകി കഴിഞ്ഞാൽ പിന്നീട് ആ ഇരയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഒരു പൗരന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, നമുക്ക് ഇനി പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ ഐഡന്റിറ്റി വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ളത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ആണ്. ആ ഡേറ്റകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവരൊക്കെ വളരെ മികച്ച വിദ്യാഭ്യാസം ഉള്ളവരും അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരും ആണ് എന്നുള്ളതാണ്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ളത് രഞ്ജിത പുളിക്കൻ ആണ്. രഞ്ജിത പുളിക്കൻ എന്നത് പത്തനംതിട്ട മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് എന്നത് തന്നെയാണ് ഒന്നാം പ്രതി. അതായത് നിലവിൽ 5 പ്രതികൾ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 6 പ്രതികൾ ഉള്ളതായും സൂചനയുണ്ട്. അതിലൊരാൾ ബ്ലോഗർ എന്ന നിലയിലാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രഞ്ജിത പുളിക്കൽ നമുക്കറിയാം നേരത്തെ സോഷ്യൽ മീഡിയ വഴി ആയിരുന്നു അവർ ഒരു പ്രതികരണം നടത്തിയത്. ഈ രഞ്ജിത പണിക്കർ എന്തൊക്കെയാണ് ചെയ്തത് എന്നതുകൂടി നമുക്ക് നോക്കാം. അവിടെയാണിത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. രഞ്ജിത പണിക്കർ ഒന്നാം പ്രതിയായിട്ടുള്ള രഞ്ജിത പുളിക്കൻ യുവതിയെ അപമാനിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങേയറ്റം മോശമായ ഭാഷയിലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ പ്രതികരണങ്ങൾ. പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നത്. അതൊരു സ്വകാര്യതയാണ് എന്നൊക്കെ പറയുമ്പോഴും മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയും മറ്റുള്ളവർ കേൾക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നിലപാടുകൾ പറയുന്നത്. അങ്ങനെ യുവതിയെ അപമാനിക്കുകയാണ് ഒന്നാം പ്രതി ചെയ്തിട്ടുള്ളത്. തിരിച്ചറിയാവുന്ന തരത്തിൽ, അതായത് ഈ യുവതി ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ആൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്തൊക്കെ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് IT ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 43, 66 എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 72, 79 എന്നീ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ഇതാണ് ഒന്നാം പ്രതി. ഓർക്കുക, അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്ന് മാത്രവുമല്ല കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒന്നാം പ്രതി ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിച്ചത്. ഇനി ആരാണ് അടുത്ത പ്രതികൾ എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതായത് കേസിലെ 2ാം പ്രതിയും 3ാം പ്രതിയും അത് ഒരാൾ തന്നെയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ദീപ ജോസഫ് എന്ന അഭിഭാഷകയും മറ്റൊന്ന് ദീപ എന്നൊരു അക്കൗണ്ട്. ആ അക്കൗണ്ട് നടത്തുന്നത് ദീപ ജോസഫ് തന്നെയാണോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും കേസിലെ 2ാം പ്രതി ദീപ ജോസഫ് തന്നെയാണ്. ഇവർ അഭിഭാഷക എന്നാണ് പറയുന്നത്. അതേസമയം ഇവർക്ക് എപ്പോഴാണ് ഈ അഭിഭാഷക പട്ടം ലഭിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ദീപ ജോസഫാണ്. ദീപ ജോസഫും ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുകയും ഒപ്പം യുവതിയെ അപമാനിക്കുകയും ചെയ്തത്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവർ യുവതിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നത് തന്നെയാണ് ദീപ ജോസഫിന് എതിരായ ആക്ഷേപം. ദീപ ജോസഫിന് നേരെയുള്ള വകുപ്പുകളും സമാനമായ വകുപ്പുകൾ തന്നെയാണ്. IT ആക്ടിലെ 43, 66, BNS 72, 79 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ പിന്നീട് ഇവരെ പിടികൂടുമ്പോൾ രേഖപ്പെടുത്തുമോ എന്ന് അറിയില്ല. ഇവർ ഈ ഇന്ത്യയിൽ തന്നെ എപ്പോഴുമുള്ള ആൾ അല്ല എന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പുറത്തേക്ക് കടക്കുമോ എന്നതിലും ഒന്നും നമുക്ക് വ്യക്തതയില്ല. ഇനിയാണ് 3ാമത്തെ 2ഉം 3ഉം ഇതേ പ്രതി തന്നെ ദീപയുടെ അക്കൗണ്ട് എന്ന് സംശയിക്കുമ്പോൾ 4ാമത്തെ പ്രതി സന്ദീപ് വാര്യർ ആണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. സന്ദീപ് പറയുന്നത് താൻ അങ്ങനെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പഴയ ഫോട്ടോ പങ്കുവെച്ചു. ആ ഫോട്ടോ താൻ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നതിന് വേണ്ടിയല്ല, അത് നേരത്തെ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ്, അത് പിന്നീട് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പോലും സന്ദീപ് വാര്യരും ആത്യന്തികമായി നിലകൊള്ളുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയാണ് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത്. ഓർക്കുക, ടെലിവിഷൻ ചർച്ചകളിലടക്കം BJPയുടെ ശബ്ദമായിരുന്നു ഒരിക്കൽ സന്ദീപ് വാര്യർ. അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വർഷങ്ങളായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉള്ള ആളാണ് സന്ദീപ് വാര്യർ. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ പിന്നീട് പാർട്ടി വിടുന്നു. അതും ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. അതേ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ യുവതിയെ അപമാനിക്കുകയും തിരിച്ചറിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ടത്. സന്ദീപ് വാര്യർക്ക് എതിരെയും ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അത് IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ BNS ഉൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ 72, 79 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇനി യെസ്, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഏക വ്യക്തി എന്നത്
രാഹുൽ ഈശ്വർ ആണ്. അതായത് നിലവിൽ നമുക്കറിയാം 5-6 പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ്. 5 അല്ലെങ്കിൽ 6, നമുക്ക് കൃത്യമായ ആ ഡേറ്റ ലഭ്യമല്ല. 5 അല്ലെങ്കിൽ 6 പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രതികളിൽ ഇപ്പോൾ അതായത് നിലവിൽ അറസ്റ്റിൽ ആയിട്ടുള്ളത് രാഹുൽ ഈശ്വർ മാത്രമാണ്. രാഹുൽ ഈശ്വർ നമുക്കറിയാം ടെലിവിഷൻ ചർച്ചകളിലൂടെയൊക്കെ ഇന്നലെ രാഹുൽ ഈശ്വർ പങ്കുവച്ച ദൃശ്യങ്ങളിലടക്കം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എനിക്ക് ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ട്, എന്നെ നേരത്തെ അയക്കുമോ എന്നൊക്കെ പോലീസിനോട് ചോദിക്കുമ്പോൾ അതിനെന്താ എന്നൊക്കെ ചോദിച്ചാണ് പോലീസ് വരാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്തായാലും ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിലൊന്നും രാഹുൽ ഈശ്വറിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ജാമ്യം ലഭിച്ചാൽ അടുത്ത ചർച്ചയിൽ പങ്കെടുക്കാം, അല്ല എങ്കിൽ എന്താണ് സാഹചര്യം എന്നറിയില്ല. യുവതിയെ അപമാനിച്ചു, തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റം ആണുള്ളത്. രാഹുൽ ഈശ്വറിന് നേരെയും നേരത്തെ ചുമത്തിയിരുന്നത് IT ആക്ടിലെ 43, 66 വകുപ്പുകളും BNSലെ 72, 79 വകുപ്പുകളും തന്നെയാണ്. അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്നതിലൊക്കെ വ്യക്തത കൈവരുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതാണ് ഈ യുവതിയെ അപമാനിച്ചവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് എങ്കിൽ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയതും യുവതിയെ ബലാത്സംഗം ചെയ്തതും ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയതും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ്. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി എന്ത് എന്നതാണല്ലോ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അവിടെ ഡാൻ സംശയകരമാകുന്നത്, അതായത് ഈ പ്രതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് തെളിവുകളെല്ലാം നശിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് പാലക്കാട്ടെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ വ്യാഴാഴ്ചത്തെ ദിവസം എന്നത് പ്രധാനപ്പെട്ടതാണ്. അന്നായിരിക്കുമല്ലോ രാഹുൽ അവിടെ നിന്ന് മുങ്ങിയത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവതിയും തമ്മിൽ കുറച്ചുനാൾ സൗഹൃദത്തിലായിരുന്നെന്നും ആ സൗഹൃദത്തിനിടയിൽ അവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ പിന്നീട് ഈ യുവതി റെക്കോർഡ് ചെയ്ത പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനുശേഷം രാഹുലിനെ കെടിയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചു എന്നുമാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വാദം. അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെയാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും യുവതി അവർക്ക് നേരിട്ട ദുരനുഭവം, അവർ ഗർഭചിത്രത്തിന് വിധേയമായതിനെ തുടർന്ന് നേരിടേണ്ടി വന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അടക്കം അഭിഭാഷകൻ മുഖേന കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അന്വേഷണ സംഘത്തിനും മുഖ്യമന്ത്രിക്കും അതിന്റെ പകർപ്പുകളടക്കം കൈമാറിയിരുന്നു. അത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സീൽ ചെയ്ത കവറിൽ ചില ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് യുവതി രാഹുലുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന സമയത്ത് രാഹുൽ റെക്കോർഡ് ചെയ്ത ചില ശബ്ദ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ പരാതി നൽകാനായി ചിലർ പ്രേരിപ്പിക്കുന്നു എന്ന പരാമർശങ്ങൾ അടങ്ങിയ ഒരു ശബ്ദ സന്ദേശം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഡിജിറ്റൽ തെളിവുകളായി കൈമാറിയിരിക്കുന്നത്.